ഇനി വളരെ സുന്ദരമായൊരു കാഴ്ചയാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാട് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് എന്ന് വ്യക്തമാകുന്ന മനോഹരമായൊരു കാഴ്ച. ജാർഖണ്ഡിൽ നിന്ന് രണ്ട് മതത്തിൽപ്പെട്ട ഒരു യുവാവും ഒരു യുവതിയും അവർ കല്യാണം കഴിച്ച് സുരക്ഷിതരായി ജീവിക്കാൻ തിരഞ്ഞെടുത്തത് നമ്മുടെ നാടാണ്. കാരണം വേറൊന്നുമല്ല, അതിലൊരാൾ മുസ്ലിമാണ്, മറ്റൊരാൾ ഹിന്ദുവാണ്. അവരുടെ നാട്ടിൽ അവരുടെ പ്രണയം പുറത്തറിഞ്ഞപ്പോൾ അവിടെ ലവ് ജിഹാദും വർഗീയ കലാപവും ഒക്കെയായി വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർ കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അവർക്കറിയാം ഇവിടെ വന്നാൽ സുരക്ഷിതമായി ജീവിക്കാം, ഇവിടെ വന്നാൽ അവരുടെ മതം ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ മതം ഏതാണെന്ന് ചോദിക്കാൻ ഒരാളും വരില്ല എന്ന്. മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഒരു നാടുണ്ട് ഇന്ത്യയിൽ, അത് കേരളമാണെന്ന് അവർ നമ്മളോട് പറയുകയാണ്. ഏതായാലും മുഹമ്മദ് ഗുലാമും ഒപ്പം തന്നെ ആശ വർമ്മയും അവർ രണ്ടുപേരുമാണ് കല്യാണം കഴിച്ച് കേരളത്തിലേക്ക് വന്ന് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ മനോഹരമായ റിയൽ കേരള സ്റ്റോറിയുടെ കഥയുമായി. ഷാജി, ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് കേരളം. പറയുന്നത് നമ്മളല്ല, നമ്മളോട് പറയുകയാണ് ജാർഖണ്ഡിൽ നിന്നെത്തിയ ഒരു യുവാവും ഒരു യുവതിയും. ആ കല്യാണത്തിൻ്റെ കഥയങ്ങ് പോരട്ടെ. തീർച്ചയായിട്ടും മനു പറഞ്ഞ പോലെ തന്നെ വളരെ രസകരമായൊരു കഥയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വലിയ ഗൗരവകരമായ സംഭവങ്ങളുമുണ്ട്. നമുക്കറിയാം, ഇവർ രണ്ടുപേരും വർഷങ്ങളായിട്ട് ജാർഖണ്ഡിൽ മുഹമ്മദ് ഗലീബും ആശ വർമ്മയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അതിനുശേഷം ഗലീബ് വിദേശത്തേക്ക് പോയി, കുറച്ചു കാലം വിദേശത്തായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം നമുക്കറിയാം, ജാർഖണ്ഡിൽ വെച്ച് ഈ രണ്ട് മതസ്ഥരെ, മുഹമ്മദ് ഗലീബും ഈ പെൺകുട്ടി പ്പെട്ട പെൺകുട്ടിയാണ്. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഗലീബിൻ്റെ സുഹൃത്തുക്കൾ ഒട്ടനവധി പേര് കേരളത്തിലുള്ളവരുണ്ട്. അതിൽ കായംകുളംകാരുണ്ട്. അങ്ങനെ കായംകുളത്തുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നേരെ കായംകുളത്തേക്ക് വന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് ഈ പെൺകുട്ടിയും നേരെ ജാർഖണ്ഡിൽ നിന്നും കായംകുളത്തേക്ക് എത്തുന്നു. ഇരുവരും ഇവിടെ എത്തി, ഏതാണ്ട് കഴിഞ്ഞ 9-ാം തീയതി എത്തി. അതിനുശേഷം ഇരുവരും ഇവിടെ ജീവിക്കാൻ തീരുമാനിച്ചു. അവിടെ വളരെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ താമസിച്ചു. ശേഷമാണ് സംഘർഷഭരിതമായ രംഗങ്ങൾ ഉണ്ടാകുന്നത്. കാര്യം, ജാർഖണ്ഡിൽ നിന്നും പോലീസും അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളും ചേർന്നുകൊണ്ട് മുഹമ്മദ് ഗലീബിൻ്റെ കുടുംബത്തെയും വാപ്പയും ഉമ്മയും ഒക്കെ തന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കുന്നു. അവിടെ ജാർഖണ്ഡിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നു, കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. അവിടെ വലിയ വർഗീയ സംഘർഷത്തിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ഇവരെവിടെയാണ് ഉള്ളത് എന്ന് പറയേണ്ടി വന്നു കേരളത്തിൽ. അങ്ങനെ ഇവരുടെ ലൊക്കേഷൻ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ജാർഖണ്ഡ് പോലീസും അതോടൊപ്പം തന്നെ അവരുടെ 2-3 ബന്ധുക്കളും പെൺകുട്ടിയുടെ ഇവിടെ കായംകുളം പോലീസുമായി ബന്ധപ്പെടുന്നു. പോലീസ് വളരെ കർശന നിലപാടെടുത്തു. കാര്യം, പ്രായപൂർത്തിയായ 2 പേർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരെ തിരിച്ചു കിഡ്നാപ്പിംഗ് എന്ന പേരിലായിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോൾ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ് എന്ന് പറയുന്നതോടുകൂടി തന്നെ കഥ അവിടെ തീരുകയാണ്. പക്ഷേ ഇതിന് ശേഷം വീണ്ടും ഒരു FIR, 2 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു FIR, നമ്മുടെ നാട്ടിലാണ് പിന്നീട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. അവരുടെ സ്വന്തം നാടായ ജാർഖണ്ഡിലെങ്ങാനും ആയിരുന്നെങ്കിൽ കഥ അവിടെ തുടങ്ങുകയുള്ളൂ. പിന്നെ അടിയായി, ബഹളമായി, കലാപമായി. അറിയാമല്ലോ. തീർച്ചയായും അവർ തന്നെ പറയുന്നുണ്ട്, അവർ ജാർഖണ്ഡിലായിരുന്നെങ്കിൽ ഇവരെ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന് തന്നെയാണ് ഈ മുഹമ്മദ് ഗലീബ് പറയുന്നത്. പെൺകുട്ടിയെയും വെടിവെച്ച് കൊല്ലും. കാര്യം, അന്യമതസ്ഥനോടൊപ്പം പോയവരെ വീണ്ടും അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല, വെടിവെച്ച് കൊല്ലും. അങ്ങനെ 2 പേരെയും പരസ്യമായിട്ട് കെട്ടിയിട്ട് വിചാരണ ചെയ്യുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങളിലേക്ക് പോകും എന്ന അറിവ് കൊണ്ട് തന്നെയാണ് അവർ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്നുള്ള രീതിയിൽ അവർ കേരളത്തിലേക്ക് വരികയും കായംകുളത്തെത്തുകയും ചെയ്തത്. കായംകുളത്ത് അഭിഭാഷകയായിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്. അവരാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരുടെ ബൈറ്റൊക്കെ നമ്മളിപ്പോൾ അവിടെ അയച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഈ 2 പേരും ഇപ്പോൾ കായംകുളത്തുണ്ട്. അവർക്ക് അവരുടെ പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിന്ന് ഹൈക്കോടതിയെ അവർ സമീപിച്ചിരിക്കുകയാണ്. ഉച്ചയോടുകൂടി അതിൻ്റെ വാദം കേൾക്കും. എന്തായാലും ജില്ലാ പോലീസ് മേധാവിയുടെ കർശന നിയന്ത്രണത്തിലും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാർഖണ്ഡിൽ നിന്ന് 2-3 തവണ പോലീസും അതോടൊപ്പം തന്നെ അത്ര സ്വാധീനമുള്ള ആളുകളുമൊക്കെ തന്നെ കായംകുളത്ത് വന്നു. ഇവരെ 2 പേരെയും ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോകാൻ ശ്രമം നടത്തി. അപ്പോൾ തന്നെ DYFI അതിന് പൂർണ്ണ പിന്തുണയുമായിട്ട് വരുന്നു. DYFIയുടെ പിന്തുണ കൂടി വന്നതോടുകൂടി ഇവർക്ക് ഒരു കാരണവശാലും ഇവരെ തിരിച്ച് മടക്കി കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ അവരുടെ വാക്കുകൾ കൂടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നാലും ആ പെൺകുട്ടിക്കും ആ യുവാവിനും അവർ ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് ആരും അവരെ ആ രീതിയിൽ കൊണ്ടുപോകില്ല. അവർക്ക് ഏറ്റവും സുഖമായി ഒരു ചോദ്യങ്ങളെയും ഭയപ്പെടാതെ ഇവിടെ ജീവിക്കാം. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.
തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയുടെ പിന്തുണ കൂടെ കൊടുത്തിരിക്കുക. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ വളരെ വികാരഭരിതമായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് കായംകുളം പോലീസ് സ്റ്റേഷനിൽ കാണാൻ സാധിച്ചു. അവരെ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു, പോലീസ് ഇടപെട്ടു, കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ കാര്യം. ജാർഖണ്ഡിൽ നിന്നുള്ള പോലീസ് കോടതി ഉത്തരവെന്ന പേരിൽ ചില രേഖകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരെ ഏത് തരത്തിൽ അവിടെ കൊണ്ടു ചെന്നാലും ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തുമെന്ന് ഈ മുഹമ്മദ് ഖലീബും അതോടൊപ്പം തന്നെ ആശയമൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നമുക്ക് മുഹമ്മദ് ഖലീബിന്റെ വാക്കുകളൊന്ന് കേട്ടാലോ? ജാർഖണ്ഡിൽ നിന്നെത്തി കേരളത്തിലേക്ക് സുരക്ഷയെ കരുതി എത്തിയ അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. അവർ തന്നെ പറയട്ടെ എന്താണ് അവർക്ക് പറയാനുള്ളത്. നമ്മൾ പറയുന്നതിനേക്കാളും മനോഹരം അവരുടെ വാക്കുകളിലൂടെ, ഹിന്ദി ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും, കുറച്ചൊന്നും മനസ്സിലായില്ല എങ്കിൽ പോലും ആ വാക്കുകളുടെ ഒരു ഭംഗി ഉണ്ടാകും. അതൊന്ന് കേൾക്കാം. 9 फरवरी को हम लोग आए थे रांची से और केरला आए। केरला आने के बाद 11 को हम लोग शादी किए, दोनों रिलीजियस से, दोनों धर्म के रीति रिवाज से शादी हुआ है। और केरला आने का वजह ये था कि यहाँ हम लोग सेफेस्ट प्लेस है, यहाँ पे हम बहुत सेफ फील करते हैं। तो केरला के बारे में मैंने सुना भी था कि बहुत सेफेस्ट प्लेस है, यहाँ पे रिलीजियस का कुछ ऐसा फाइट वगैरह कुछ नहीं है, इसलिए हमने इस जगह को चुना था ताकि हम पीसफुल शादी भी कर सके और अच्छे से रह सके यहाँ पे। और रिसेंटली अभी हमारे झारखंड से कुछ खबर आया था जो मेरे अगेंस्ट जो फॉल्स किडनैपिंग का FIR दर्ज हुआ था। लास्ट टाइम अभी कायमकोलम पुलिस स्टेशन ने, मेरी वाइफ ने इस चीज़ के लिए बयान स्टेटमेंट दिया हुआ है कि ये सारा चीज़ फॉल्स है, इसने खुद अपने मर्जी से आया है, इसमें कोई जबरन या किसी का कोई दबाव नहीं है। ഷാജിയുണ്ട്. ഷാജി, സംഭവം ഹിന്ദിയാണ്, എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല, കാരണം അത്ര വലിയ ഹിന്ദി ജ്ഞാനമില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലായി, സ്വന്തം നാട്ടിൽ നിന്നാൽ പ്രശ്നമാണ്, ഇവിടെ കേരളത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതരായിരിക്കുമെന്നൊരു ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ ഒരു ഉറപ്പാണ് കേരളം ലോകത്തിന് നൽകുന്നത്. ഇവിടെ മതം പറയാതെ മനുഷ്യരാണെന്ന ബോധ്യത്തിൽ നമുക്കെല്ലാവർക്കും ജീവിക്കാൻ കഴിയും. ഈ കേരള സ്റ്റോറി പോലുള്ള പ്രൊപ്പഗണ്ട സിനിമകളൊക്കെ എടുത്ത് ഈ നാടിനെ മോശമാക്കാൻ നടന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്നത് പോലൊന്നും അല്ല ഈ നാടിനെക്കുറിച്ച് പുറം ലോകം കരുതുകയും കാണുകയും ചെയ്യുന്നത്. ഈ നാടിൻ്റെ നന്മയെക്കുറിച്ച് പുറം ലോകത്തുള്ള മനുഷ്യർക്ക് നല്ല ബോധ്യമുണ്ട്. ആ പ്രൊപ്പഗണ്ട സിനിമയെ പിന്തുണച്ച കുറേ മനുഷ്യന്മാർ ഇവിടെയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കേരളം. ഇതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി. ഷാജി, ദ റിയൽ കേരള ലവ് സ്റ്റോറി, അതിനപ്പുറം ഒരു ടാഗ് ലൈൻ വേണ്ട എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മനു, വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഞാൻ വളരെ സുരക്ഷിതമായിട്ട്, നമുക്കറിയാം ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഒട്ടനവധി ബന്ധങ്ങൾ വിദേശത്തുണ്ട്. അദ്ദേഹം സേഫായിട്ട് ജീവിക്കാൻ പറ്റി സുരക്ഷിതമായ സ്ഥലമെന്ന് കരുതി തിരഞ്ഞെടുത്തത് കേരളത്തെയാണ്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാണ്. അത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ്. കാര്യം നമ്മൾക്ക് ഇവിടെ വ്യത്യസ്തമായ ജാതിമത ചിന്തകളൊക്കെ ഉണ്ടെങ്കിലും വടക്കേ ഇന്ത്യയിൽ കാണുന്ന പോലെ ഈ രണ്ട് സമുദായത്തിൽപ്പെട്ടവർ വിവാഹം കഴിച്ചാലും ബന്ധുക്കൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവരെ കെട്ടിയിട്ട് മർദ്ദിക്കുക, അല്ലെ രണ്ടുപേരെയും വെടിവെച്ച് കൊല്ലുക, കൊലപ്പെടുത്തുക, ഇത്തരം വളരെ നീചമായിട്ടുള്ള പ്രവൃത്തികളൊന്നും നമ്മുടെ നാട്ടിൽ കാണാറില്ല. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ നേട്ടം തന്നെയാണ്. ആ ഒരു നേട്ടമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റും ഇടപെടലുകളൊന്നും ഉണ്ടാവില്ല, വഴിവിട്ട ഇടപെടലുകളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടനയൊക്കെ ശക്തമായിട്ട് അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അവരോടൊപ്പമുണ്ട്. രാത്രിയും പകലൊന്നുമില്ലാതെ അവർക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട്. അവർക്കിപ്പോഴും ഭയമാണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വെച്ചെങ്കിലും അവരെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഭയമുണ്ട്. ഇത്തരം ഭയാശങ്കകൾക്കിടയിലാണ് ഇന്ന് ഇവരുടെ അഭിഭാഷകർ കോടതിയെ സമീപിക്കുന്ന കാര്യം. ഇവർക്ക് പോലീസ് സുരക്ഷ നൽകണം എന്ന ആവശ്യവുമായിട്ട്, അതോടൊപ്പം തന്നെ ഇവർക്ക് ഇനിയിപ്പോൾ ഇതിന് വിവാഹത്തിന് ശേഷം വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടി വിദേശത്ത് പോയി താമസിക്കാനാണ് രണ്ടുപേരുടെയും ആഗ്രഹം. അതിനുള്ള സൗകര്യങ്ങൾ കൂടി ഇവിടെ നിന്നും ചെയ്തു കൊടുക്കാനുള്ള നടപടികളുമായിട്ടാണ് അഭിഭാഷകരും മറ്റും മുൻപോട്ട് പോകുന്നത്.